വോട്ട് മേടിക്കാൻ കന്യാസ്ത്രീകളുടെ അടുത്ത് പോയിരിക്കുന്ന ഫാത്തിമ തെഹ്ലിയെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നുണ്ട് കന്യാസ്ത്രീകളുടെ ഒരു രീതിയാണ്. അവരുടെ അടുത്തേക്ക് വരുമ്പോൾ ഞങ്ങളെ എൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അവരത് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. ഉടനെ അത് മാമോദിസ മുക്കിയിരിക്കുന്നു എന്ന രൂപത്തിൽ ഒരു വീഡിയോ എടുത്തുകൊണ്ട് പ്രത്യേക ഭാഗത്തു നിന്നും അത്തരം വീഡിയോകൾ പുറത്തു പോവുകയാണ്. അപ്പോൾ അതിന്റെ ഉദ്ദേശം എന്താണ്? ഇനി തളിപ്പറമ്പിലേക്ക് പോയാൽ അവിടെ ടി.കെ. ഗോവിന്ദനെതിരെയുണ്ട്. ടി.കെ. ഗോവിന്ദന്റെ തലയിൽ തൊപ്പി വെച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾ പ്രചരിക്കുന്നു. അതിലും ഈ തരത്തിലുള്ള വർഗീയ പരാമർശം. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവിടെ ഇപ്പോൾ സി പി എമ്മിന്റെ കോട്ടയാണ്. തളിപ്പറമ്പായാലും അതെ, പയ്യന്നൂരായാലും അതെ. പയ്യന്നൂർ നമ്മൾ എന്താണ് കേട്ടത്? ഈ ശവന്തൂക്കി കോൺഗ്രസ് എന്ന് പറഞ്ഞിരുന്ന ആ ഒരു പ്രയോഗം നടത്തിയിരുന്ന എം സ്വരാജ് ഇപ്പോൾ ഈ പറയുന്ന പണം മരിച്ചവർക്കുള്ള പണം കട്ടെടുത്തു എന്നുള്ളതാണല്ലോ വാദം. അങ്ങനെ പറയുമ്പോൾ രക്തസാക്ഷി ഫണ്ട് ദുരുപയോഗം ചെയ്തു എന്നുള്ള കണക്കുകൾ നിരത്തി പാർട്ടിക്ക് മുന്നിൽ വയ്ക്കുകയും അത് പാർട്ടി അംഗീകരിക്കാതോടുകൂടി പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി അവിടെ സ്ഥാനാർത്ഥിയായും ചെയ്ത കുഞ്ഞികൃഷ്ണൻ ചോദിക്കുമ്പോൾ എന്താണ് അദ്ദേഹത്തെ പറയുന്നത്? കള്ളന് കണക്ക് കൊടുക്കേണ്ടതില്ല എന്ന്. അദ്ദേഹം എങ്ങനെയാണ് കള്ളനാകുന്നത്? ഇത്തരം പ്രയോഗങ്ങൾ, ഇത്തരം പരാമർശങ്ങൾ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നുള്ള പ്രധാനപ്പെട്ട വിഷയമാണ്. പയ്യന്നൂരിലെ ഏരിയ കമ്മിറ്റി ഓഫീസിലെ 3-ാം നിലയിൽ തന്നെയാണ്, അവിടെ വെച്ചാണ് ഈ പറയുന്ന ഈ വ്യാജ ഐ ഡി കാർഡുകൾ നിർമ്മിക്കുന്നതെന്നാണ് കെ.സി. വേണുഗോപാൽ ആരോപിച്ചത്. അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്ന അദ്ദേഹത്തിന് CPM-ൽ നിന്ന് കിട്ടിയ വിവരമാണെന്ന് പറയുന്നു. അല്ലാതെ അവിടെ പോയി പരിശോധിച്ച് തെളിവ് കണ്ടെത്തുക ഒരു തരത്തിലും സാധ്യമാകുന്ന കാര്യമല്ല.